ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസരമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ മുൻപിൽ ഇത് ക്രിസ്തുവാണോ എന്നുള്ള ഒരു വിഷയവുമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാനായിട്ട് വലിയവനായി ദൈവം എനിക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ദൈവത്തിൻ്റെ വചനവുമായി നമ്മൾ അല്പസമയം നമുക്ക് ദൈവവചനത്തിൻ്റെ മഹത്വത്തെ നമുക്ക് ദർശിക്കാം. ഇത് ക്രിസ്തുവാണോ എന്നുള്ളതായ വിഷയമാണ് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മൈക്കിൾ ഹാർട്ട് എന്ന് പറഞ്ഞായ ഒരു വ്യക്തി എഴുതിയ ഒരു പുസ്തകം പ്രകാരം പറയുന്നു, ഭൂമിയിൽ മനുഷ്യരെ സ്വാധീനിച്ച 100 വ്യക്തികൾ എന്നുള്ള തലവാചകത്തോടുകൂടി ഈ പുസ്തകം അദ്ദേഹം എഴുതിയിരിക്കുന്നു. ഈ പുസ്തകത്തിൽ അവിടെ അനേകരുടെ ഉന്നതരുടെ ഒരു പട്ടിക തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വലിയ വലിയ മഹത്തായ വ്യക്തികളുടെ പേരുകൾ ഇവിടെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈ പുസ്തകത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ച് മൺമറഞ്ഞു പോയ അനേകരുടെ പേരുകൾ അവിടെ ഉണ്ടെങ്കിലും നമ്മൾ ഈ പുസ്തകത്തിൽ പരിശോധിക്കുമ്പോൾ മൈക്കിൾ ഹാർട്ട് എഴുതുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ മനുഷ്യരെ സ്വാധീനിച്ച വ്യക്തികളിൽ അവൻ 3ാമനാണ് എന്നാണ് അദ്ദേഹം അവിടെ ആ പുസ്തകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രിയരെ, ഈ ലോകത്തെ മുഴുവനും രക്ഷിക്കുവാൻ, ഈ ലോകത്തെ മുഴുവനും ബന്ധനത്തിൽ നിന്ന്, പാപബന്ധനത്തിൽ നിന്ന് മോചനം നൽകുവാൻ വന്ന കർത്താവായ ദൈവത്തിൻ്റെ പേര് എന്തുകൊണ്ടാണ് മൈക്കിൾ ഹാർട്ട് എന്ന് പറഞ്ഞ വ്യക്തി 3ാമനാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്? പ്രിയരെ, നാം നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ, അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലിൽ കർത്താവായ യേശു ക്രിസ്തു 3ാമനാണ് എന്ന് സൂചിപ്പിക്കുവാനായിട്ട് പല കാരണങ്ങളാണ് ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് ഇവിടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ പിന്തുടരുന്നായ ജനങ്ങൾ ഈ ഭൂമിയിൽ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അനേകർ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് പിന്തിരിഞ്ഞു പോകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു അവരുടെ ജീവിതത്തെ സ്വാധീനിച്ച വ്യക്തിയാണ്. എന്നാൽ ഇവിടെ നാം നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, അനേകർ ഈ വിശ്വാസത്തെ അവർ പൂർണ്ണമായി അവരുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാതെ, അതിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ അവർ കടന്നു വന്ന് തിരിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് നമുക്ക് എന്താണ്, അവൻ യേശുവാണോ, ഈസ് ദിസ് ക്രൈസ്റ്റ് എന്നുള്ളതായ ഈ ഒരു വിഷയത്തിൽ അവൻ യേശു തന്നെയാണോ എന്ന് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അല്പമായി നമുക്ക് പരിശോധിക്കാം. നിങ്ങളുടെ ശ്രദ്ധയെ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. പ്രാർത്ഥനയോടുകൂടി ഈ വിഷയത്തിൽ നമുക്ക് പ്രവേശിക്കാം. ദൈവം നമുക്ക് അധികമായ പരിജ്ഞാനവും അനുഗ്രഹവും നമുക്ക് പകരട്ടെ. 4:29 ഇവിടെ എന്നോട് പറഞ്ഞ ഒരു മനുഷ്യൻ വന്നു കാൺമീൻ, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺമീൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. ഞാൻ ചെയ്തതൊക്കെയും ഒരു മനുഷ്യൻ എന്നോട് വന്ന് കാര്യങ്ങളെല്ലാം പറയുകയാണ്. അവൻ ഒരുപക്ഷെ ക്രിസ്തുവാണോ എന്ന് എനിക്കറിയില്ല, എന്നാൽ നിങ്ങൾ വന്ന് കാൺമീൻ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ സന്ദർഭം നാം നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവിടെ എന്താണ്, യാക്കോബിൻ്റെ കിണറ്റിനരികെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഒരു സ്ത്രീ അവിടെ മധ്യാഹ്ന സമയം അവിടെ വെള്ളം കോരുവാനായിട്ട് കടന്നു വരുന്നു. ആ സ്ത്രീ എന്താണ്, അവൾ വെള്ളം കോരുവാൻ വരുമ്പോൾ ഈ യഹൂദനെ കണ്ട് അവിടെ ഒരു സംഭാഷണത്തിൽ പ്രവേശിക്കുകയും അങ്ങനെ അവിടെ അവർ ആ കിണറ്റിനലിരുന്ന സംഭാഷണത്തിൽ അവർ തമ്മിൽ എന്താണ് ചർച്ച ചെയ്യുന്നത്, എന്താണ് അവർ തമ്മിലുള്ള ആ ചർച്ചാ വിഷയം എന്താണെന്നും നമുക്ക് നേരത്തെ തന്നെ
വേദപുസ്തകം പഠിച്ചിട്ടുള്ളവർക്കറിയാം, വെള്ളമാണ് ആവശ്യം. അവൾ ആ കിണറ്റിനുള്ളിലുള്ള വെള്ളം കോരുവാനായിട്ട് കടന്നു വരുന്നു. എന്നാൽ കർത്താവായ ദൈവം അവളോട്, ഞാൻ നൽകുന്ന വെള്ളം, ഞാൻ നൽകുന്ന ജലം, ആ ജീവജലം നൽകിയാൽ നിനക്ക് ഒരു നാളും നിനക്ക് ദാഹിക്കില്ല എന്ന് അവളോട് പറയുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അവരുമായി ആ സംഭാഷണത്തിൽ അവളുടെ ആ ജീവിതത്തിലെ രഹസ്യങ്ങളെ ഓരോന്നായി അവിടെ വെളിപ്പെടുത്തിയപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്തൊരു ആവേശം, ഒരു അത്ഭുതം. അവൾക്ക് ഇതാരാണ് ഈ മനുഷ്യൻ എന്ന് അവൾ ആ സദ്വർത്തമാനം അവൾ പട്ടണത്തിലേക്ക് എന്ന് ആ ജനങ്ങളോട് പറയുന്നു. ഞാൻ ചെയ്തതൊക്കെയും അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ വന്ന് കാൺവീൻ, ഇത് ക്രിസ്തു ആണോ, പക്ഷേ എന്താണോ എന്ന് എനിക്ക് അറിയില്ല, നിങ്ങൾ വരുവീൻ എന്ന് അവൾ എല്ലാവരെയും വരുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നു. 25-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സ്ത്രീ അവനോട്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. മശിഹ എന്നാൽ എന്താണ്? അവൾക്ക് അതിന് വിവരണം ഇവിടെ നൽകുന്നത്. അവനോട് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ആണ് അതിൻ്റെ അർത്ഥമെന്നും, ആ മശിഹ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ സകലതും വിവരിച്ചു തരുമെന്നും അവൾ ആ സംഭാഷണത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് അവിടെ കാര്യങ്ങൾ പങ്കുവെക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവായ യേശു അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളോട് വന്ന് നിങ്ങൾ ചെയ്തതായ കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലെ പല രഹസ്യങ്ങൾ ആ വ്യക്തി നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു അത്ഭുതമുണ്ടാകും, എന്തെന്നില്ലാത്ത ഒരു സന്തോഷം നിങ്ങൾക്കുണ്ടാകും. ഈ മനുഷ്യൻ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ അറിഞ്ഞു, ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇതെല്ലാം തിരിച്ചറിഞ്ഞത്, എങ്ങനെയാണ് ഇതെല്ലാം മനസ്സിലായത് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. ഇവിടെ അങ്ങനെ ഒരു വലിയൊരു ഉത്കണ്ഠയോടുകൂടി ഈ സ്ത്രീ ആ കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള ആ സംഭാഷണത്തിൽ താൻ ചെയ്തതായ രഹസ്യങ്ങൾ യേശു വെളിപ്പെടുത്തുന്നതായി കാണുന്നു. പ്രിയമുള്ളവരെ, എത്ര നീചമായിരുന്നാലും, അത് എത്ര മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ട വിഷയങ്ങളല്ലായിരുന്നാലും ദൈവം സകലതും അറിയുന്നു. ദൈവം സകലതും അവൻ്റെ ആയ നിരീക്ഷണത്തിലാണ്. അവൻ നമ്മളെ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ചിന്തകളും പ്രവൃത്തി തലങ്ങളെല്ലാം അവൻ അറിഞ്ഞിരിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇതേപോലെ തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തു നിൻ്റെയും ജീവിതത്തിലുള്ള എല്ലാ സംഭവങ്ങളും ദൈവം അറിഞ്ഞിരിക്കുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ അവരുടെ കണ്ണുകൾക്ക് മറച്ച്, അല്ലെങ്കിൽ അവരറിയാതെ, മറ്റുള്ളവരെ അറിയാതെ രാത്രിയുടെ മറവിൽ, ഇരുളിൻ്റെ മറവിൽ അനേക കാര്യങ്ങൾ ഭൂമിയിൽ മനുഷ്യർ അവർ ചെയ്യുന്നതായും അനേക ഇടങ്ങളിൽ പലവിധമായ ഹീനകൃത്യങ്ങൾ അരങ്ങേറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ യേശു സകല രഹസ്യങ്ങളും അവൻ വെളിപ്പെടുത്തുമെന്നും അവൻ അന്ത്യനാളുകളിൽ സകലതും ആ ന്യായവിസ്താരത്തിൽ കൊണ്ടുവരുമെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കുവാനായിട്ട്. പ്രിയമുള്ളവരെ, ആ ക്രിസ്തു ഈ സ്ത്രീയുമായി ഒരു വളരെയധികം സമൂഹത്തിൽ തന്നെ അവിടെ വെറുക്കപ്പെട്ട ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയുമായിട്ടാണ് സംസാരിക്കുന്നത്. സമൂഹത്തിൽ ഒരു നല്ലൊരു നിലനിൽപ്പ് അല്ലെങ്കിൽ നല്ല ഒരു വ്യക്തിത്വം ഇല്ലാത്ത ഒരു സ്ത്രീയാണ് എന്ന് കൂടി നമുക്ക് അറിയണം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഈ സ്ത്രീയുമായുള്ള സംഭാഷണത്തിൽ സകല കാര്യങ്ങളും അവൻ വെളിപ്പെടുത്തുന്നു, സകലതും അറിയുന്നു. എന്നാൽ അവൾ ഒരു കാര്യം അറിഞ്ഞിരിക്കുന്നു. എന്താണ്? മശിഹയെക്കുറിച്ച് അവൾ അറിഞ്ഞിരിക്കുന്നു. മശിഹ യേശു വരുമെന്ന് എന്നുള്ള ആ അർത്ഥത്തോടു കൂടിയുള്ള ക്രിസ്തു വരുന്നു എന്നാണ് മശിഹ എന്ന് പറഞ്ഞാൽ അത് അവൾ അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവൻ വരുമ്പോൾ സകലതും വെളിപ്പെടുത്തുമെന്നും അവൾ അറിഞ്ഞിരിക്കുന്നു. 30-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അവിടെ അവർ പട്ടണത്തിൽ നിന്ന് അങ്ങനെ പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ വന്നു. ഇവൾ കാര്യങ്ങളെല്ലാം ജനങ്ങളോട് അറിയിച്ചപ്പോൾ അവൾ പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട് ഈ സംഗതികളെല്ലാം അറിയിച്ചപ്പോൾ അവരെല്ലാവരും പുറപ്പെട്ട് ഈ കിണറ്റിനരിയിരിക്കുന്നതായ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുവാനായിട്ട് അവരെല്ലാവരും അവിടെ കടന്നു വന്നതായിട്ട് നമുക്ക് കഴിയും.
അപ്പോൾ അതിനിടയിൽ ശിഷ്യന്മാർ അവനോട് റബി ഭക്ഷിച്ചാലും എന്ന് 31 വാക്യത്തിൽ ഇവിടെ പറയുന്നു, അപേക്ഷിച്ചു. അതിന് 32 വാക്യം, അതിന് അവൻ നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്ക് ഉണ്ട് എന്ന് അവരോട് പറഞ്ഞു. എന്നാൽ അവിടെ നിങ്ങളറിയാത്തൊരു ആഹാരം ഭക്ഷിപ്പാനായിട്ട് ഇവിടെ ഉണ്ട്. താഴോട്ട് വായിക്കുമ്പോൾ ശിഷ്യന്മാർ തമ്മിൽ കുശലം എന്താണ് പറയുന്നതെന്നറിയാവോ? അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ആ റബിക്ക് ആഹാരം വാങ്ങിക്കുവാൻ പോയ ആ ഇടവേളയിൽ ആരോ വന്ന് റബിക്ക് വേറെ ആഹാരം നൽകിയിരിക്കുന്നു എന്ന് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ യേശു ഉദ്ദേശിച്ചതായ ആ ആഹാരം എന്താണ്? ആ ആഹാരം എന്നത് യേശു ആ കൊയ്ത്ത് വളരെയധികം എന്താണ് അവിടെ വിളഞ്ഞിരിക്കുന്നു, ആ കൊയ്ത്ത് ശേഖരണത്തെക്കുറിച്ചും അവിടെ അവൻ നിർവഹിക്കാൻ പോകുന്ന ദൗത്യം, ദൈവരാജ്യത്തെക്കുറിച്ച്, അവിടെ ആ വചനത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് അവൻ്റെ ആ വലിയ മഹത്വമേറിയ ആ വചനം മറ്റുള്ളവർക്ക് അറിയിക്കുന്നതിനെക്കുറിച്ചുള്ളതായ ആ ആഹാരത്തെക്കുറിച്ചാണ് യേശു അവരോട് പറഞ്ഞത്. എന്താണ് 34 വാക്യം? യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം എന്നാണ് പറയുന്നത്. യേശു പറയുന്നതെന്ന് പറഞ്ഞാൽ എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി തികയ്ക്കുകയും അത് എന്താണ്, അത് അറിയിക്കുകയും ചെയ്യുന്നതാണ്, പ്രവൃത്തി തികയ്ക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം. യേശുവിൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ആഹാരം എന്ന് ഇവിടെ യേശു 34 വാക്യത്തിൽ അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. ആയതിനാൽ അവിടെ വിശപ്പ് മാറ്റുന്നതായ നമ്മൾ കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ചല്ല, എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ആഹാരമെന്ന് കർത്താവായ യേശു ക്രിസ്തു അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നാം നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ എപ്രകാരമാണ് കാണുന്നത്? ഇത് ക്രിസ്തുവോ? നിങ്ങൾ വന്ന് കാണുക. അനേകരുടെയായ രഹസ്യങ്ങൾ, അവരുടെയായ ചിന്തകൾ, അവരുടെയായ ഉള്ളിലിരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നതായ ഒരു വ്യക്തി ഇതാ വന്ന് ആ കിണറ്റിനരിയിലിരിക്കുന്നു. എൻ്റെ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു കേട്ടോ, ഞാൻ എന്താണ് അത് ക്രിസ്തുവാണോ എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വന്ന് കാണുക എന്ന് പട്ടണത്തിലുള്ള ജനങ്ങളെ കൂട്ടി വരുത്തുകയും അവിടെ കർത്താവായ ദൈവം തൻ്റെ ദൗത്യം അവിടെ നിർവഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവസരങ്ങൾ ലഭിക്കുമ്പോൾ നാം മറ്റുള്ളവരോട് ദൈവവചനം അറിയിക്കുവാനായിട്ട് അവസരങ്ങൾ ലഭിക്കുമ്പോൾ നാം പാഴാക്കാതെ അത് നമ്മൾ എന്ത് ചെയ്യണം? അത് തക്ക സമയത്ത് തന്നെ അവർക്ക് വേണ്ടിയതായ ആ ദൗത്യം അല്ലെങ്കിൽ ആ വചനം അവർക്ക് പങ്കുവെക്കുകയും അവരെ ക്രിസ്തുവിലേക്ക് നയിക്കാനുള്ള അവസരങ്ങൾ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താതെ അവരെ ദൈവസന്നിധിയിലേക്ക് ആനയിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം ദൈവത്തിൻ്റെ ആ ഒരു ദൗത്യം എന്നിൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ജീവിക്കുവാനായിട്ട്. അതുപോലെ നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നമുക്ക് എന്താ പറയുന്നതെന്ന് നോക്കാം. 1 കൊരിന്ത്യർ 2:11 അവിടെ പറയുന്നത് എന്തെന്നാൽ 11 അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യൽ ആർ അറിയും, അവണ്ണം തന്നെ ദൈവത്വത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അവനിലെ മനുഷ്യാത്മാവ് അല്ലാതെ മനുഷ്യരിൽ ആർ അറിയും, അവണ്ണം തന്നെ ദൈവത്തിനുള്ളത് ദൈവാത്മാവ് അല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ എന്താണെന്നാണ് മനുഷ്യാത്മാവ് അല്ലെങ്കിൽ മാനുഷികമായ ആ ഒരു ചിന്ത, അതുപോലെ ദൈവീയമായ ഒരു ചിന്ത. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് ദൈവത്തിനുള്ളതാണ്. അത് ആരാണ് ഗ്രഹിച്ചിട്ടുള്ളത് എന്ന് ഇവിടെ വചനം ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആയതിനാൽ ആ ദൈവീയ ആത്മാവിൻ്റെ നടത്തിപ്പ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടോ? അതുപോലെ തന്നെ ആ ദൈവത്തിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത് എന്ന്, ആ ദൈവീയ ആത്മാവിലൂടെയാണ് ദൈവം ഇടപെടുന്നത് എന്ന് നമുക്ക് അറിയാം പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ ആത്മാവിൽ നയിക്കപ്പെടുമ്പോൾ നാം എപ്പോഴും ദൈവീയമായ കാര്യങ്ങൾ ചിന്തിക്കുകയും ദൈവീയമായ കാര്യങ്ങൾ നാം മറ്റുള്ളവരോട് പങ്കുവെക്കുകയും നാം അനുകൂലപരമായ അനേക കാര്യങ്ങൾ നമ്മൾ പങ്കുവെക്കുകയും അനേകരെ ദൈവീയമായ ആ പാതയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് നാം ആഹ്വാനം ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ
ഇവിടെ നാം ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം നോക്കുമ്പോൾ നാം ദൈവാത്മാവിനാലാണോ നാം നയിക്കപ്പെടുന്നത് എന്നും ഒരു ചോദ്യം ഇവിടെ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എൻ്റെ ജീവിതത്തെ ദൈവമാണോ നയിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവാണോ എന്നെ നയിക്കുന്നത്? എൻ്റെ ഉള്ളിലിരിക്കുന്നത് ആരുടെ ആത്മാവാണ്? അത് പൈശാചികമാണോ അല്ലെങ്കിൽ അത് ദൈവീയമാണോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവീയമാണെങ്കിൽ ശരിയായ രീതിയിൽ നിങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും നിങ്ങൾക്ക് ഒരു നല്ല ഒരു പേരിൻ്റെ ഉടമയായി, വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മാറുവാനായിട്ട് കഴിയുമെന്നതിൽ സംശയമില്ല. നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുന്നതായ വേളയിലും മറ്റുള്ളവരോട് സംസാരിക്കുന്ന വേളയിലും നമ്മുടെ പ്രവൃത്തി മണ്ഡലങ്ങളിലും എല്ലാം നമ്മൾ എന്താണ് നല്ല രീതിയിൽ, ദൈവത്തിന് പ്രിയമുള്ള രീതിയിൽ, മറ്റുള്ളവർക്ക് പ്രിയമുള്ള രീതിയിൽ, നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ടും നമ്മൾ ഇടപെടുവാനായിട്ടും കഴിയുമെന്നതിൽ യാതൊരുവിധമായ സംശയവും ഇല്ല. പ്രിയമുള്ളവരെ, നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ 4:16 അവിടെ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. വചനം ഇപ്രകാരം പറയുന്നു: അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ആരൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നുവോ അപ്പോൾ അവരെന്താണ് പുറമേ ക്ഷയിച്ചു പോയാലും അകമേ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്ന ഒരു അനുഭവം ഇവിടെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു അവൻ ദൈവീയമായ ആ ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് അവിടെ സംസാരിച്ചത്, അവരോട് വചനം പങ്കുവെച്ചത്. അവൻ്റെ ആ ഉള്ളിൻ്റെ ഉള്ളിലായ ദൈവീയ ആത്മാവ് തന്നെയാണ് അവിടെ ഇടപെട്ടതും. അവൻ പറഞ്ഞതെന്താണ്? എൻ്റെ ആഹാരം ദൈവത്തിൻ്റെ ഇഷ്ടം തികയ്ക്കുന്നത്, എൻ്റെ ആഹാരം എന്ന് ഇവിടെ പറഞ്ഞായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അപ്പോൾ ദൈവീയ ആത്മാവ് നമ്മളെ നയിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വഴി നടത്തുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ പുറമേ ഉള്ളതായ നമ്മളുടെ അഴകും സൗന്ദര്യവും നമുക്ക് ഇതെല്ലാം നമ്മൾ ക്ഷയിച്ചു പോയാലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുമ്പോൾ നാൾക്ക് നാൾ നീ പുതുക്കം പ്രാപിച്ചുകൊണ്ട് ആ യേശുവിനെ തിരിച്ചറിയുവാനും ആ യേശുവിൻ്റെ ഉപദേശങ്ങൾ നീ ഉൾക്കൊള്ളുവാനും അവൻ്റെ പാതയിൽ സഞ്ചരിക്കുവാനായിട്ട് നിനക്ക് കഴിയും. നിനക്ക് മാത്രമല്ല, അനേകരെ ഈ സന്മാർഗത്തിലേക്ക് നയിക്കുവാനായിട്ടും നിന്നെക്കൊണ്ട് സാധിക്കും. പക്ഷേ അതിനൊരു കാരണമുണ്ട്. എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ ഈ മന്ദിരത്തിനുള്ളിൽ അത് വസിക്കണം, അത് ഉള്ളിൻ്റെ ഉള്ളിൽ ആയിരിക്കണം. അതുതന്നെ ആയിരിക്കണം നിന്നെ നയിക്കുന്നതും നിന്നെ വഴി നടത്തുന്നതെന്നും നീ തിരിച്ചറിയണം എന്നാണ് ഇവിടെ വചനത്തിൻ്റെ അതിൻ്റെ ആന്തരികമായ അതിൻ്റെ ഉള്ളടക്കം നമ്മളെ വെളിപ്പെടുത്തുന്നത്. അതുപോലെ നമ്മൾ നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന് എങ്ങനെയുള്ള ഒരു സ്ഥാനമാണ് നിങ്ങൾ കൽപ്പിച്ചിരിക്കുന്നത്? ഇവിടെ മൈക്കിൾ ഹാർട്ടിനെ പോലെ ഒരു 3-ാമത്തെ സ്ഥാനമാണോ, അല്ലെങ്കിൽ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന് പ്രഥമ സ്ഥാനമാണോ നിങ്ങൾ നൽകിയിരിക്കുന്നതെന്നും കൂടി നിങ്ങൾ ചിന്തിച്ചു നോക്കണം. നിങ്ങളെ ദൈവീയ ആത്മാവ് നിങ്ങളെ നയിക്കുന്നുവെങ്കിൽ യേശുവിന് പ്രഥമ സ്ഥാനം നിങ്ങൾ നൽകിയിരിക്കും പ്രിയമുള്ളവരെ. എന്നാൽ ദൈവീയ ആത്മാവ് അല്ല എങ്കിൽ നിങ്ങൾ ഈ ലോകത്തിലുള്ളതായ വ്യക്തികൾക്ക് അവർക്ക് നിങ്ങൾ പ്രഥമ സ്ഥാനം നിങ്ങൾ കൊടുത്തിരിക്കാം. എന്നാൽ ദൈവ ആത്മാവ് നിങ്ങളെ നയിക്കുന്നുവെങ്കിൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന് നിശ്ചയമായും നിങ്ങൾ എന്താണ് അവന് ഒരു പ്രഥമ സ്ഥാനം നിങ്ങൾ നൽകും. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തുടർന്ന് ഒരു വാക്യം നമുക്ക് വായിക്കാം. ഇവിടെ സദൃശ്യവാക്യങ്ങളിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. സദൃശ്യവാക്യങ്ങൾ 20-ാം അധ്യായം 27-ാമത്തെ വാക്യം, 20-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം എന്നാണ് പറയുന്നത്. അയ്യോ, മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം. ഒരു മനുഷ്യൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് യഹോവയുടെ ദീപമാണ്. എത്ര നല്ലൊരു വാക്യമാണ് പ്രിയമുള്ളവരെ. യഹോവയുടെ ദീപം നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടോ? യേശുവിനെ നീ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ യേശു ആണ് എന്ന് സംശയിക്കുന്നുവോ? ഇവിടെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം. അപ്പോൾ അതുപോലെ തന്നെ അത് എന്താണ് പറയുന്നത്?
അത് ഉദരത്തിൻ്റെ അറകളൊക്കെയും ശോധന ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നിൻ്റെ ഉള്ളിലിരിക്കുന്നതായ നിൻ്റെ അറകളെയെല്ലാം ഈ ദൈവ ആത്മാവ് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ശോധന ചെയ്യുന്നു എന്നാണ് കൂടി പറയുന്നത്. പരീക്ഷിക്കുന്നു, അത് സെർച്ച് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നിൻ്റെ ഉള്ളിലിരിക്കുന്നതായ ആ ചിന്തകളും നിൻ്റേതായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ്, മനുഷ്യൻ്റെ ആത്മാവ് അത് ദൈവത്തിൻ്റെ ദീപം എന്ന് പറയുമ്പോൾ ആ ദൈവീയമായ ദീപം നിൻ്റെ ഉള്ളിലുണ്ടോ? ആ ദൈവത്തിൻ്റെ ദീപം അത് എന്താണ്, പ്രകാശിക്കുന്നുണ്ടോ? അത് കത്തുന്നുണ്ടോ? നിങ്ങളുടെ ആ ആത്മാവിൻ്റെ അനുഭവത്തിൽ എരിവുള്ളവരായി കാണപ്പെടുന്നുണ്ടോ എന്നാണ് ഇവിടെ വചനം നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മളുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏത് രീതിയിലാണ് നമ്മൾ കണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം സ്ഥാനമാണ് നിങ്ങൾ കൽപ്പിച്ചിരിക്കുന്നത്. അവൻ്റെയായ ആ ചിന്തകൾ നിങ്ങൾക്ക് എപ്പോഴും വലിയ സന്തോഷം ഉളവാക്കുന്നുണ്ടോ? അവൻ്റെയായ ആ വചനങ്ങൾ നിങ്ങൾക്ക് ആശ്വാസം പകരുന്നതാണോ? അവൻ നിങ്ങളോട് ഇടപെടണമെന്നും എൻ ജീവിതത്തിലേക്ക് കടന്നു വരണമേ കർത്താവേ, ദൈവമേ നിനക്ക് ഞാൻ പ്രഥമ സ്ഥാനം നൽകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവമേ. ആയതിനാൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതത്തിലെ കുടുംബാംഗങ്ങളുടെയും ജീവിതത്തിൽ കർത്താവേ നീ എന്താണ് ആ സത്യത്തിൻ്റെ ദീപമായി തെളിയണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങളുടെ കൂടാരങ്ങളിൽ, നിങ്ങളുടെ ഭവനത്തിൽ യേശു വസിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? ഇവിടെ ആ സ്ത്രീ കിണറ്റിനരിയിൽ നിന്ന് അവൾ പട്ടണത്തിലുള്ള ജനങ്ങളെ എല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് ആ ദൈവത്തിൻ്റെ ആത്മാവിലൂടെ സംസാരിക്കുന്ന യേശുവിൻ്റെ വാമൊഴികൾ ശ്രദ്ധിക്കുകയും അവരുടെ ജീവിത രഹസ്യങ്ങളെല്ലാം യേശു വെളിപ്പെടുത്തുകയും അത്ഭുതകരമായി ആ ദൈവത്തിൻ്റെ വചനങ്ങൾ അവർ ശ്രവിക്കുകയും അവിടെ നിന്ന് വലിയ ഒരു സന്തോഷത്തോടുകൂടി കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കടന്നു പോകുമ്പോൾ അവർ പൂർണ്ണമായി അവരുടെ ജീവിതത്തെ യേശുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ആയിരിക്കാം കണിശമായി കടന്നുപോയത് പ്രിയമുള്ളവരെ. ആയതിനാൽ ഇന്ന് ഈ സമയത്ത് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയ ദാസന്മാരെ, പ്രിയ അമ്മച്ചി, പ്രിയ പിതാവേ, പ്രിയ സഹോദര സഹോദരി, നീ യേശുവിനെ ഏത് രീതിയിലാണ് നീ കാണുന്നത്? യേശുവിന് നീ പ്രഥമ സ്ഥാനമാണോ നീ നൽകിയിരിക്കുന്നത്? ഇന്ന് ഈ നിമിഷം തന്നെ നിങ്ങൾ അപ്രകാരമായ ഒരു തീരുമാനം എടുക്കുക. യേശു നിങ്ങളെ അത്ഭുതകരമായി നയിക്കുമെന്നതിൽ യാതൊരു വിധമായ സംശയവുമില്ല. യേശുവേ എൻ്റെ ജീവിതത്തിൽ നീ വരണമേ കർത്താവേ, എന്നെ നീ കർത്താവേ നീ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ കർത്താവേ, എൻ്റെ ഉള്ളിലേക്ക് നീ കടന്നു വരണമേ. അങ്ങയുടെ ആത്മാവിനാൽ കർത്താവെ അടിയനെ പ്രകാശിപ്പിക്കണമേ. അനേകരെ ദൈവസത്യത്തിലേക്ക് നയിക്കണമേ കർത്താവെ. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. യേശുവിൻ്റെ തനിനാമത്തിൽ അയച്ചുകൊള്ളുന്നു പ്രാർത്ഥനകൾക്ക് നല്ല ദൈവമേ, ആമേൻ. നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുവാനായിട്ട് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകിച്ച് സംശയ ദൂരീകരണം മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാനും ഞങ്ങൾ സന്നദ്ധരാണ്. ആമേൻ.